ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂറോയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളിലൊന്നായ യൂറോ എങ്ങനെ ഉണ്ടായി? ഏത് രാജ്യങ്ങളാണ് ഇതുപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് യൂറോയുടെ വില ഉയരുന്നതും താഴുന്നതും? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ ലളിതമായി മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് തൊട്ടേക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പിന്നാലെ യൂറോപ്പ് വളരെ വലിയ സാമ്പത്തികവും സാമൂഹികവുമായ നാശം നേരിട്ടിരുന്നു. നിരവധി രാജ്യങ്ങൾ സാമ്പത്തികമായി തളർന്നതിനാൽ ഒരുമിച്ച് നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവായൊരു യൂറോപ്യൻ കറൻസിയിലേക്കുള്ള ആശയം വളർന്നു വന്നത്. ഈ ആശയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശങ്ങളിലൊന്നാമത് സാമ്പത്തിക ഐക്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി വ്യത്യാസങ്ങൾ കാരണം വ്യാപാരത്തിന് വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. പൊതുവായിട്ട് ഒരു കറൻസി വരുത്തിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം എളുപ്പമാകുകയും ചെലവ് കുറയുകയും അതിലൂടെ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ ഒറ്റക്കെട്ടായി വളരാനും സഹായിക്കും എന്ന് മനസ്സിലാക്കി. രണ്ടാമത് വിപണിയിലെ സ്ഥിരത മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. വിവിധ കറൻസികളിൽ വിലയിടിവും ഉയരവും മൂലം വിപണി സ്ഥിരത കുറവായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാവർക്കും ഒരു കറൻസി ഉണ്ടാകുകയാണെങ്കിൽ വിലയിടിവ് കുറയ്ക്കാനും നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും എന്ന് കണക്കാക്കി. മൂന്നാമതായി പല രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും കാരണമായത് സാമ്പത്തിക അസമത്വവും അനിശ്ചിതത്വവും കൊണ്ടാണ്. സാധാരണ കറൻസി ഉണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ആശയവിനിമയവും സഹകരണവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി. അതിലൂടെ സമാധാനത്തിനും ഐക്യത്തിനും അവസരം പകരുകയും ചെയ്യും. എന്നാൽ ഈ ആശയങ്ങളൊക്കെ തന്നെ എങ്ങനെ മുന്നോട്ട് നീങ്ങി? 1950കളിൽ തന്നെ ഈ ആശയം ചർച്ചയിലേക്ക് വന്നിരുന്നു. 1957 യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി (EEC) രൂപീകരിക്കപ്പെട്ടു. ട്രീറ്റി ഓഫ് റോം അഥവാ റോം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിൻ്റെ രൂപീകരണം. EEC രൂപീകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെ അംഗരാജ്യങ്ങൾക്കിടയിലെ വാണിജ്യ തടസ്സങ്ങൾ നീക്കം ചെയ്യാനും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കാനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും ആളുകളുടെ സ്വാതന്ത്ര്യ ഗതാഗതത്തെയും വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സാമ്പത്തിക ഐക്യം വരുത്തുക എന്നതുമായിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ് ഒക്കെയാണ് EECയിലെ പ്രധാന അംഗങ്ങൾ. 1979 യൂറോപ്യൻ മോണിറ്ററി സിസ്റ്റം EMS ആരംഭിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സ്ഥിരതയും കറൻസി നിലനിൽപ്പും ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതിൻ്റെ രൂപീകരണം. 1992 മാസ്ട്രിക്റ്റ് ട്രീറ്റി എന്നറിയപ്പെടുന്ന ഒരു പ്രധാന കരാറിൽ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ പൊതു കറൻസിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഇത് യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയുടെ ഔദ്യോഗിക രൂപീകരണത്തിന് വഴി തുറന്നു. ഈ ഉടമ്പടിയിലൂടെ EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി യൂറോപ്യൻ യൂണിയനായി വിപുലീകരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പൊതു കറൻസിയായി യൂറോ ഉപയോഗിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. വിദേശ നയം, സുരക്ഷാ നയം, ആഭ്യന്തര കാര്യങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ അംഗരാജ്യങ്ങൾക്കിടയിലെ കൂടുതൽ ഐക്യം ലക്ഷ്യമാക്കി. കൂടാതെ യൂറോപ്യൻ യൂണിയനിലെ നിവാസികൾക്ക് യൂറോപ്യൻ പൗരത്വം എന്ന നിലയിൽ പുതിയ അവകാശങ്ങളും നൽകി. അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയനെ ശക്തിപ്പെടുത്തിയ ഒരു നടപടിക്രമം തന്നെയായിരുന്നു ഇത്. 1999 യൂറോ എന്ന കറൻസി രൂപീകരിച്ചു. ആദ്യം ഡിജിറ്റൽ രൂപത്തിലാണ് ഇതുപയോഗിച്ചതെങ്കിലും 2002 യൂറോ നോട്ടുകളും നാണയങ്ങളും ഔദ്യോഗികമായി പുറത്തിറങ്ങി. 2002 ജനുവരി 1 യൂറോ നോട്ടുകളും നാണയങ്ങളും ഒഫീഷ്യലായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ യൂറോപ്യൻ യൂണിയനിലെ 12 രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കറൻസികൾ ഉപേക്ഷിച്ച് യൂറോ സ്വീകരിച്ചു. പഴയ കറൻസികളായ ജർമ്മൻ മാർക്ക്, ഫ്രഞ്ച് ഫ്രാങ്ക്, ഇറ്റാലിയൻ ലിറ തുടങ്ങിയവയെല്ലാം ക്രമേണ പിൻവലിക്കപ്പെട്ടു. ആദ്യം 12 രാജ്യങ്ങൾ മാത്രമേ യൂറോ സ്വീകരിച്ചുള്ളെങ്കിലും പിന്നീട് കൂടുതൽ രാജ്യങ്ങൾ ഇതിനെ സ്വീകരിച്ചു. ഇന്ന് 20ഓളം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യൂറോ ഒഫീഷ്യൽ കറൻസിയായി ഉപയോഗിക്കുന്നുണ്ട്. പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ സ്വന്തം കറൻസിയാണ് ഉപയോഗിക്കുന്നത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്നുണ്ടായ യൂറോസോൺ ഡെപ്റ്റ് ക്രൈസിസും യൂറോയുടെയും യൂറോപ്യൻ സാമ്പത്തിക ഐക്യത്തിൻ്റെയും സ്ഥിരത കർശനമായി പരീക്ഷിച്ചു. ഇനി എന്താണ് ഈ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നും എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭമെന്നും നോക്കിയ US ഹൗസിംഗ് ബബിൾ പൊട്ടലും വലിയ ബാങ്കുകളുടെ തകരാറും കൊണ്ടായിരുന്നു. ലോകമാകെയുള്ള സാമ്പത്തിക വളർച്ചയെ ബാധിച്ചൊരു പ്രശ്നമായിരുന്നു ഇത്. ഇതിലൂടെ ബാങ്കുകൾക്ക് ഇടപാടുകൾ നടത്താനാകാതെ വന്നത് നിക്ഷേപകർക്കും ഉപഭോക്താക്കൾക്കും ആശങ്കയ്ക്ക് വഴിയൊരുക്കി. ഈ സമയത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങളായ ഗ്രീസ്, അയർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ വലിയ തോതിൽ കടമെടുത്തിരുന്നു.
എന്നാൽ ആഗോള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇവയുടെ വരുമാനങ്ങൾ കുറയുകയും കടങ്ങൾ തിരികെ അടയ്ക്കാനാകാതെ വരികയും ചെയ്തു. ഇതിനെയാണ് യൂറോസോൺ ഡെപ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധികൾ യൂറോയുടെയും യൂറോപ്യൻ ഐക്യത്തിൻ്റെയും കരുത്തും പരിധിയും കർശനമായി പരീക്ഷിച്ചെങ്കിലും യൂറോ നിലനിൽപ്പ് പുലർത്തി. പിന്നീട് യൂറോസോൺ വേഗം പുനരുജ്ജീവിക്കുകയും പുതിയ രാജ്യങ്ങൾ യൂറോ സ്വീകരിക്കുകയും ചെയ്തു. 2008 ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിനെ തുടർന്നുണ്ടായ യൂറോസോൺ ഡെപ്റ്റ് ക്രൈസിസിൻ്റെയും പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയതാണ് 2012 സ്ഥാപിച്ച യൂറോപ്യൻ സ്റ്റെബിലിറ്റി മെക്കാനിസം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകാനും യൂറോസോണിലെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും വേണ്ടിയാണ്. ഇത് ഭാവിയിലേക്ക് യൂറോയുടെ സ്ഥിരതയുടെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായകമായ നിലകൊണ്ടിരിക്കുന്നു. ഇന്ന് അമേരിക്കൻ ഡോളറിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റിസർവ് കറൻസിയാണ് യൂറോ. അതായത് രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ അന്താരാഷ്ട്ര വ്യാപാരത്തിനും കടം തിരിച്ചടയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശ്വസനീയമായ വിദേശ കറൻസികളാണ് റിസർവ് കറൻസികൾ. യൂറോയെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോ ഒഫീഷ്യൽ കറൻസിയായി സ്വീകരിച്ചതിനാലും യൂറോപ്യൻ യൂണിയൻ്റെ കണിശമായ സാമ്പത്തിക നയങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ വലിയ വ്യാപാരശേഷിയും എണ്ണ, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ യൂറോ വ്യാപകമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിലവിൽ യൂറോപ്യൻ യൂണിയൻ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC ഭാവിയിലെ ഇടപാടുകൾക്കായി ഒരു ഡിജിറ്റൽ രൂപം വികസിപ്പിക്കുകയാണ്. അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECB നേരിട്ട് നിയന്ത്രിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കറൻസിയാണ് ഡിജിറ്റൽ യൂറോ. ഇത് നോട്ട് നാണയങ്ങളോ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയുള്ള കണക്കുകൾക്കോ പുറമെ പൗരന്മാർക്ക് നേരിട്ട് കൈവശം വയ്ക്കാവുന്ന സുരക്ഷിതമായ ഡിജിറ്റൽ പണമാണ്. ഇതിലൂടെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ കൂടുതൽ സുരക്ഷിതവും സുഗമമാക്കുകയും ബാങ്ക് ഇല്ലാതെയും ഇടപാടുകൾ നടത്താനാകുകയും ക്രിപ്റ്റോ കറൻസികളുടെ വളർച്ചയ്ക്കെതിരെ ഒരു നീക്കവും കൂടെ യൂറോയുടെ ആഗോള സ്ഥാനമാനങ്ങൾ നിലനിർത്തുക എന്നതുമാണ് ലക്ഷ്യം. 2026 തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. യൂറോ ഒരു ദേശത്തെയും മതിലില്ലാത്ത വിനിമയത്തിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ പണമാണ്. പല പ്രതിസന്ധികളും നേരിട്ടെങ്കിലും ഇന്നും യൂറോ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ യൂറോ ഡിജിറ്റലാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഭാവിയിൽ നോട്ടും നാണയവുമില്ലാതെ ഒരു പുതിയ യുഗത്തിലേക്ക് യൂറോ കടക്കും.